ദ ലാസ്റ്റ് ലെക്ചർ എന്ന കോൺസെപ്റ്റ് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. പ്രൊഫസേഴ്സ് അവരുടെ റിട്ടയർമെന്റ് ഒക്കെ അടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ അവസാനത്തെ ലെക്ചർ അവരുടെ ലൈഫിൽ അവർക്ക് എന്തായിരുന്നു ഇമ്പോർട്ടന്റ് ആയി തോന്നിയത് എന്ന്, അല്ലെങ്കിൽ അവർ പഠിച്ച പാഠങ്ങൾ, അല്ലെങ്കിൽ അവരുടെ സ്റ്റുഡൻസിന് എന്താണോ അവസാനമായിട്ട് സ്റ്റുഡൻസിനോട് പറയാനുള്ളത്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു ലെക്ചർ ഫോർമാറ്റിലാക്കിയിട്ട് പ്രസന്റ് ചെയ്യും. ഇതിനാണ് ലാസ്റ്റ് ലെക്ചർ എന്ന് പറയാം. റാൻഡി പൗഷ് എന്ന കമ്പ്യൂട്ടർ സയന്റിസ്റ്റിന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് പ്രൊഫസറുടെ കാര്യത്തിൽ, ദിസ് വാസ് ദ ലാസ്റ്റ് ലെക്ചർ ഹി ഡെലിവേർഡ്. 2007 സെപ്റ്റംബറിലാണ് ഇദ്ദേഹം ഈ ലെക്ചർ ഡെലിവർ ചെയ്യുന്നത്. 2008 അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. 2006 ക്യാൻസർ ആണെന്ന് മനസ്സിലായത്. അന്ന് ഡോക്ടേഴ്സ് പറഞ്ഞത് ഒരു മാക്സിമം 6 മാസം, അത് കഴിഞ്ഞാൽ ഹി ലീവ് ദിസ് വേൾഡ് എന്ന്. അദ്ദേഹത്തിന്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു കോൾ വന്നതായിരുന്നു, ഒരു ലെക്ചർ ഡെലിവർ ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. ഹി കണ്ടംപ്ലേറ്റഡ് എ ലോട്ട് അബൌട്ട് ഇറ്റ്. ഹി വാസ് കൺഫ്യൂസ്ഡ്. അങ്ങനെ ചെയ്യണോ വേണ്ടേ, എന്തൊക്കെയായിരിക്കും അതിന്റെ പ്രോസ് കോൺസ്, അങ്ങനെ കുറെ അദ്ദേഹം ആലോചിച്ചു. ഫൈനലി ഹി ഫൗണ്ട് എൻ ആൻസർ. ഈ ലെക്ചറിന്റെ അവസാനം അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഈ ലെക്ചർ ഡെലിവർ ചെയ്തത് ഇവിടെ കേട്ടിരിക്കുന്ന സ്റ്റുഡൻസിനോ പ്രൊഫസേഴ്സിനോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്ന ആർക്കോ വേണ്ടിയിട്ടല്ല. ദിസ് ഈസ് ഫോർ മൈ കിഡ്സ് എന്നാണ്. ഹി ഹാഡ് 3 kids and his youngest was just 18 months. And his biggest sadness in life was that ഈ മക്കൾ 3 പേരും വളരുന്നതും അവർ ലൈഫിൽ എന്തൊക്കെയാണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അവരുടെ ഗ്രോത്ത്, അവരുടെ സക്സസ്, അവരുടെ ഫെയിലിയേഴ്സ്, ഇതിലൊന്നും ഒരു ഭാഗമാകാൻ ഇദ്ദേഹത്തിന് കഴിയില്ലല്ലോ എന്നുള്ളതായിരുന്നു. ബുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും ആ ഒരു സങ്കടത്തിന്റെ ആഴം എത്ര ഉണ്ട് എന്നുള്ളത്. മിക്ക ദിവസങ്ങളിലും ഷവറിലിരുന്നിട്ട് അദ്ദേഹം കരയുമ്പോൾ ഇതാലോചിച്ചിട്ട്. He was never selfish for that matter. He never thought of how much his kids would miss him, അല്ലെങ്കിൽ his presence എന്നുള്ളത്. But he was more concerned about how he wouldn't be able to experience his kids growing. So for him, this lecture was what he is leaving for his children. ലെക്ചറിന്റെ മെയിൻ കണ്ടന്റ് എന്താന്ന് വെച്ചാൽ ചൈൽഡ്ഹുഡ് ഡ്രീംസ്, അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പം മുതലേ കാണുന്ന സ്വപ്നങ്ങളും അതെങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. റാൻഡി പൗഷിനും ചെറുപ്പം മുതലേ പല പല സ്വപ്നങ്ങളുണ്ടായിരുന്നു. 0 ഗ്രാവിറ്റി എക്സ്പീരിയൻസ് ചെയ്യണം, ഒരു NFL പ്ലെയർ ആകണം, ഡിസ്നിയിൽ വർക്ക് ചെയ്യണം. ഇതൊക്കെ ആയിരുന്നു കുറച്ചൊക്കെ. ഇതൊക്കെ എങ്ങനെ അച്ചീവ് ചെയ്തു എന്നുള്ളത് അദ്ദേഹം ഈ ലെക്ചറിന്റെ ഓരോ ഭാഗത്തിൽ പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ഈ ലെക്ചർ എല്ലാം കൂടെ ഒരു പുസ്തകമാക്കിയതാണ് ദ ലാസ്റ്റ് ലെക്ചർ ബൈ റാൻഡി പൗഷ് ആൻഡ് ജെഫ്രി സാസ്ലോ. ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് ആയിട്ടാണ് ഈ പുസ്തകം ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. 1-2 പേജിൽ ഒതുങ്ങുന്ന ഓരോരോ ചാപ്റ്റേഴ്സ്. ഓരോ ചാപ്റ്ററിലും അദ്ദേഹത്തിന് ഇമ്പോർട്ടന്റ് ആയി തോന്നുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ അദ്ദേഹം നറേറ്റ് ചെയ്യുന്നുണ്ട്. പല പല ആളുകളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ലൈഫിൽ മൈൽ സ്റ്റോൺസ് ആയിട്ട് വന്നിട്ടുള്ള പല ആളുകളെ കുറിച്ചും. അദ്ദേഹത്തിന്റെ സ്കൂളിലെ ഫുട്ബോൾ കോച്ച്, അദ്ദേഹത്തിന്റെ പ്രൊഫസേഴ്സ്, അദ്ദേഹത്തിന്റെ പേരൻസ്, വൈഫ്, മക്കള്, അങ്ങനെ കുറെ ആളുകളെ കുറിച്ച്, അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസ്, ഇവരൊക്കെ അദ്ദേഹത്തിന്റെ ലൈഫിൽ പ്ലേ ചെയ്ത ഓരോ റോൾസ് ഉണ്ട്. അതിലുപരി ഒരു ഫാമിലി എങ്ങനെ, അല്ലെങ്കിൽ ദ ബോണ്ട് ഓഫ് എ ഫാമിലി, ദ റിലേഷൻഷിപ്പ് വിത്ത് യുവർ പാർട്ട്ണർ, ആർഗ്യുമെന്റ്സ് എങ്ങനെയായിരിക്കും, വേർ യു ക്യാൻ സാക്രിഫൈസ്, ഡിറ്റർമിനേഷൻ എത്രത്തോളം വേണം, അങ്ങനെ കുറെ കാര്യങ്ങൾ അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അവസാനമായി പറയുന്നൊരു കാര്യമുണ്ട്. ഡ്രീംസ് അച്ചീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നാലെ ഓടുക എന്നുള്ളതല്ല. നമ്മൾ നമ്മുടെ ലൈഫ് ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുക, ബാക്കി കർമ്മ ഏറ്റെടുത്തോളം എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ നമ്മുടെ ലൈഫ് ഏറ്റവും നല്ല രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ കർമ്മ നമ്മുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്.
അല്ലാതെ നമ്മള് നമ്മുടെ സ്വപ്നങ്ങളുടെ പിന്നാലെ ഓടിയിട്ടൊന്നും എല്ലാ സ്വപ്നങ്ങളും നേടിയെടുക്കാൻ കഴിയുന്നു വരില്ല. ഇതിലുപരി അദ്ദേഹത്തിന്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, നമ്മുടെ ലൈഫിൽ കുറെ ബ്രിക്സ് ഉണ്ടാവും അല്ലെങ്കിൽ ബ്രിക്ക് വാൾസ് ഉണ്ടാകും എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഭാര്യ പോലും അദ്ദേഹത്തിന്റെ ഒരു ബ്രിക്ക് വാൾ ആയിരുന്നു ആദ്യം. 10, 30, 36 വയസ്സ് വരെ എങ്ങാനും അദ്ദേഹം ഒരു ബാച്ചിലർ ലൈഫായിട്ട് തന്നെ ജീവിച്ചത്. ജയ് ആണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര്. ജയിനെ പരിചയപ്പെടുമ്പോൾ പോലും ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിനെ കുറിച്ചൊന്നും അദ്ദേഹം ആലോചിച്ചിട്ടില്ല. ബട്ട് വൺസ് ഹി ഫെൽ ഇൻ ലവ് വിത്ത് ഹർ, ഇറ്റ് വാസ് നോട്ട് റിയലി ഈസി ടു അറ്റൈൻ ദാറ്റ് ലവ്. അതുപോലെ ഓരോ ബ്രിക്ക് വാളും എങ്ങനെ നമ്മുടെ ഡിറ്റർമിനേഷനും നമ്മുടെ പോസിറ്റിവിറ്റിയും വെച്ചിട്ട് നമുക്ക് ബ്രേക്ക് ചെയ്ത് നമുക്ക് അറ്റൈൻ ചെയ്യുക എന്നുള്ളത് അദ്ദേഹം നറേറ്റ് ചെയ്യുന്നുണ്ട്. ക്യാൻസർ ആണെന്ന് ഡയഗ്നോസ് ചെയ്യപ്പെട്ടപ്പോൾ പോസിറ്റിവിറ്റി വേണമെന്നുള്ളത് ഒരു വാസ്തവമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്ന് വെച്ചിട്ട് എക്സ്ട്രീം ഓപ്റ്റിമിസ്റ്റിക് ആവാനും പാടില്ല എന്ന് പറയുന്നുണ്ട്. അതിന് തന്നെ എന്തൊക്കെ നമ്മളെ സഹായിക്കും, ആരൊക്കെ നമ്മളെ സഹായിക്കും എന്നുള്ള കാര്യങ്ങളും അദ്ദേഹം നറേറ്റ് ചെയ്യുന്നുണ്ട്. ജയ് എന്നുള്ളത് ഒരു വൈഫിലുപരി ഒരു മദർ കൂടിയായിരുന്നു, ഓൾസോ ഹിസ് കെയർ ഗിവർ. ജയ് എന്തൊക്കെ ലൈഫിൽ ഇനി മുന്നോട്ട് ആഫ്റ്റർ ഹിസ് ഡിമൈസ് എങ്ങനെയായിരിക്കണം അവളുടെ ലൈഫ് എന്നുള്ളതിനെ കുറിച്ച് വരെ അവർ ഡിസ്കസ് ചെയ്തിരുന്നു. അനദർ തിങ് ഹി ഫോക്കസസ് ഓൺ ലിവിങ് ദ പ്രസന്റ്. വല്ലാതെ നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്ത് നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ടാണ് റാൻഡി പൗഷ് പറയുന്നത്. ഇന്നത്തേക്കുള്ളത് ഇന്ന്, നാളെയുള്ളത് നാളെ എന്നുള്ളത്. ഒരാളുടെ ലൈഫ് സ്റ്റോറി അല്ലെങ്കിൽ മനുഷ്യരുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ ബുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ചില രീതിയിൽ ഒരു സെൽഫ് ഹെൽപ്പ് ബുക്കാണെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ മോർ ദാൻ ദാറ്റ്, ഇറ്റ് ഈസ് വൺ ഓഫ് എ സോർട്ട് ലെഫ്റ്റ് ബിഹൈൻഡ് ഫോർ ദ ഫ്യൂച്ചർ എന്ന് പറയും. കാരണം ദാറ്റ് ഈസ് വാട്ട് റാൻഡി പൗഷ് ഡിഡ്. അദ്ദേഹം മരിച്ചു പോയാലും അദ്ദേഹത്തിന്റെ മക്കൾക്ക് വാട്ട് ഹി വാസ് അല്ലെങ്കിൽ ഹൂ ഹി വാസ് ആൻഡ് ഹൗ ഹി വാസ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ ഉള്ളൊരു വഴി, ദാറ്റ് വാസ് ഹിസ് ലെക്ചർ. അത് തന്നെയാണ് ബുക്കും കവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ വായിക്കുമ്പോൾ ചിലപ്പോൾ ഒരു മടുപ്പ് വരാനുള്ള കാരണം ഇസ് ബിക്കോസ് പേജ് 1 to പേജ് ലാസ്റ്റ് വരെ അദ്ദേഹത്തിന്റെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ, അദ്ദേഹം അച്ചീവ് ചെയ്ത കാര്യങ്ങൾ, അദ്ദേഹം പഠിച്ച കാര്യങ്ങൾ, ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. ഗുഡ് റീഡ്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ കൂടുതലുമുള്ള റിവ്യൂ ഇത് തന്നെയാണ്. ദാറ്റ് ദ ബുക്ക് ടോക്സ് അബൌട്ട് ഹിംസെൽഫ്, ഇറ്റ്സ് ജസ്റ്റ് എ നമ്പർ ഓഫ് പേജസ് റൈറ്റിംഗ് അബൌട്ട് ഹിംസെൽഫ്, വാട്ട്സ് ദ യൂസ് എന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം, മേ ബി ആളുകളെ കുറിച്ച് അറിയാൻ ഇഷ്ടമുള്ളതുകൊണ്ടാകാം, അല്ലെങ്കിൽ ആളുകളുടെ കഥകൾ വായിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ടാവാം, ദിസ് ബുക്ക് ടോക്സ് ബിയോണ്ട് ഹിം. This book talks a lot of other characters revolving around him. And നമ്മളൊക്കെ ലൈഫിൽ നമ്മൾ എടുത്തു നോക്കിയാൽ അങ്ങനത്തെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാൻ. And that is one beautiful lesson that റാൻഡി പൗഷ് പറയാതെ പറഞ്ഞതാകാം ഈ ബുക്കിലൂടെ.